Hello, this is a small module on sign languages. Sign languages can be found all over the world in many communities. ഒരുപാട് സംസ്കാരങ്ങളിൽ ഒരുപാട് സമൂഹങ്ങളിൽ അതുണ്ട്. Some of them are traditional. Some of them have existed alongside spoken English for a long time. Though they are generally used by the deaf or hard of hearing, they have existed for other uses, such as the prevalence of secret languages or as an alternative system within the community. വെറുതെ സാധാരണ ഭാഷ സംസാരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആംഗ്യ ഭാഷയും ഉപയോഗിക്കുന്നൊരു പാരമ്പര്യം പലയിടത്തുണ്ട്. So this feature of sign language, that they exist alongside spoken languages, is found in both developed and developing countries. So there are some sign languages which have acquired formal status, such as the sign languages we find in Britain, Italy, and America. And they have acquired formal characteristics. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കൻ സൈൻ ലാംഗ്വേജ് ASL, ചിലപ്പോൾ AMSLAN എന്ന് പറയും, അമേരിക്കൻ സൈൻ ലാംഗ്വേജ്. Okay, so but also in other parts of the world, for example, in countries like Israel, India, the parts of the Arab world, and the Latin American country of Nicaragua. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ആംഗ്യഭാഷകൾ നിലവിലുണ്ട്. സൈൻ ലാംഗ്വേജസ് എക്സിസ്റ്റ്. സം ഓഫ് ദം ആർ ഫെയർലി റീസെന്റ്. അധികകാലമൊന്നും ആയിട്ടില്ല ഈ ആംഗ്യഭാഷ വ്യക്തമായിട്ട് രൂപപ്പെട്ടിട്ട്. അപ്പോൾ സൈൻ ലാംഗ്വേജസ് ഓഫൺ ഡെവലപ്പ് ഫ്രം gestural systems that exist in many cultures. അതായത് ദാറ്റ് ഈസ് ദി gestural systems, കൃത്യമായിട്ട് പൂർണ്ണമായും ആംഗ്യഭാഷയായിട്ട് വളർന്നിട്ടില്ലാത്ത, എന്നാൽ അതിൻ്റെ വളരെ പ്രാകൃതമായ രൂപങ്ങളിൽ നിലനിൽക്കുന്ന, വളരെ അടിസ്ഥാനപരമായിട്ട് ചില ആംഗ്യങ്ങൾ മാത്രം ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും ആംഗ്യഭാഷയായി വികസിച്ചു വന്നിട്ടുള്ളതാണ് പല ആംഗ്യഭാഷകളും. So this you can find in many cultures. And there are some interesting things to think over. For example, how is sign language transmitted across generations? അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ തലമുറയായിട്ട് കൈമാറി വരുന്നതാണ്. പക്ഷെ ആംഗ്യഭാഷക്ക് ഇതേപോലെ തലമുറയായിട്ട് കൈമാറി വരാനുള്ളൊരു സാധ്യത ഉണ്ടോ? അത് ഉണ്ടാവണമെങ്കിൽ എന്താണ്, ഇറ്റ് ഹാപ്പൻസ് സ്മൂത്ത്ലി ഇൻ കേസസ് വെയർ ബോത്ത് പാരൻസ് ആസ് വെൽ ആസ് ദ ചൈൽഡ് ആർ ഡെഫ്. അച്ഛനും അമ്മയും മകനോ മകളോ എല്ലാവരും ഒരുപോലെ തന്നെ സംസാരശേഷി ഇല്ലാത്തവരാണെങ്കിൽ മാത്രമാണ് ഒരു ആംഗ്യഭാഷ സ്വാഭാവികമായിട്ട് അടുത്ത തലമുറയിലേക്ക് പകരുന്നത്. ഓക്കെ, and in no country in the world is there a sign language community of deaf people. ഇപ്പൊ കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് ഈ സംസാരശേഷി ഇല്ലാത്ത ആളുകൾ നിലനിൽക്കുന്നത്, അവരെ ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു സമുദായമായിട്ട്, അല്ലെങ്കിൽ വന്നാൽ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്ന, ഒരു കോളനിയിൽ താമസിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ so that is one way in which one reason for sign languages not getting transmitted from generation to generation naturally. ഇനി ആംഗ്യഭാഷയുടെ കാര്യം എടുത്താൽ അത് കൂടുതലും മറ്റ് അടുത്ത തലമുറയിലേക്ക് പകരാൻ ഉള്ള അവസരം ഒരുക്കുന്നത് പ്രത്യേക സ്കൂളുകളാണ്. സ്പെഷ്യൽ സ്കൂൾസ് ഫോർ ദി ഹിയറിംഗ് ഇംപയർഡ്, ഫോർ ദ ഡെഫ്, കേൾവി സംസാരശേഷിയും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കൂളുകളുണ്ട്. അപ്പോൾ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. ആ വിദ്യാർത്ഥികളുടെ ഓരോ തലമുറയായിട്ട് അത് പകർന്നു പോകുന്നുണ്ട്. അതാണ്, ദാറ്റ് ഇസ് വൺ വേ ഇൻ വിച്ച് സൈൻ ലാംഗ്വേജസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അപ്പം അതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ആംഗ്യഭാഷകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരു തലമുറ, നമ്മുടെ സാധാരണ ഭാഷകൾ പോലെ തന്നെ
അത് പെട്ടെന്ന് പ്രചാരത്തിൽ ഇല്ലാതെയാവും. പല ഭാഷകളും മരിച്ചു പോയിട്ടുണ്ടല്ലോ. മെനി ലാംഗ്വേജസ് ഹവ് ഡൈഡ് ഔട്ട് in the world. So similarly, sign languages can also die out if they are not used. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ആംഗ്യ ഭാഷ സംസാര ഭാഷയെ പോലെ എഴുത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറയുന്ന കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാം. ആംഗ്യ ഭാഷയിൽ അങ്ങനെ എഴുതി സൂക്ഷിക്കാൻ പറ്റുകയില്ല. ആംഗ്യ ഭാഷയുടെ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ ഒരു വ്യവസ്ഥയ്ക്കകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന് ഒരു പക്ഷേ അത് സാധ്യമാവുന്നുണ്ട്. ഇന്നിപ്പം ടെക്നോളജി വികസിച്ചോടുകൂടി ആംഗ്യഭാഷയുടെ പ്രയോഗം വീഡിയോഗ്രാഫ് ചെയ്ത് വെക്കാം. യു ക്യാൻ കീപ് ദം ആസ് വീഡിയോസ്. അപ്പോൾ അടുത്ത തലമുറയിൽ അത് നോക്കിയിട്ട് എന്താണ് പറയുന്നത് എന്ന് കാണാം. മാത്രമല്ല, ആ ആംഗ്യഭാഷാ പ്രയോഗത്തെ സാധാരണ സംസാര ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് സൂക്ഷിക്കാം. അതിനെ ഡബ് ചെയ്തെടുക്കാം, ബാക്ക്ഗ്രൗണ്ടിൽ ഡബിങ് കൊടുക്കാം ആ ഭാഷയ്ക്ക്. അപ്പോൾ ടെക്നോളജി കൊണ്ട് സാധ്യമാണ്. ടെക്നോളജി ഇപ്പോൾ വെൻ വി ടോക്ക് അബൌട്ട് ട്രാൻസ്ലേഷൻ ഫ്രം സൈൻ ലാംഗ്വേജ് ആൻഡ് ഇൻ ടു സൈൻ ലാംഗ്വേജ്, ഇത് സാധ്യമാണ്. ഇതുപോലെയുള്ള ഒരു പ്രയോഗം, വിവർത്തനത്തിൻ്റെ ഒരു പ്രയോഗം സാധ്യമായതുകൊണ്ട് പിന്നെ ഇതുപോലെ ആംഗ്യഭാഷയുടെ റെക്കോർഡ് സൂക്ഷിക്കാൻ പറ്റുന്നത്. സോ സൈൻ ലാംഗ്വേജസ് ഓൾസോ ഇൻകോപ്പറേറ്റ് റൈറ്റിംഗ് സിസ്റ്റംസ്. അതായത് ആംഗ്യഭാഷയിലും നമ്മുടെ സാധാരണ ഭാഷയിലെ എഴുത്ത് രൂപങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചില പ്രത്യേക ആംഗ്യങ്ങൾ ചില പ്രത്യേക അക്ഷരങ്ങളെ കുറിക്കുന്നുണ്ട്. ഇപ്പോൾ ABCDE എങ്ങനെ അക്ഷരങ്ങൾക്കൊക്കെ ഓരോരോ ആംഗ്യങ്ങളുണ്ട്, മുദ്രകളുണ്ട്. അതേ മലയാളത്തിലും ആവാം. ഈ ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾക്ക് മുദ്രകളാണ്. അപ്പം അത് ആംഗ്യഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. സംസാര ഭാഷയിൽ നിന്നുള്ള ചില അംശങ്ങളും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ദേ ക്യാൻ സിഗ്നിഫൈ. ഇപ്പം ആംഗ്യഭാഷ സംസാര ഭാഷ പോലെ തന്നെ സങ്കീർണമാണ്, കോംപ്ലക്സ്. ഉദാഹരണമായിട്ട് നമ്മൾ വിചാരിക്കും ആംഗ്യഭാഷയിൽ എങ്ങനെയാണ് ഭാവി കാലവും ഭൂതകാലവും ഒക്കെ പറയുന്നുണ്ട്. There are methods to signify past tense and present tense, and such things as simple past perfect ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ സം ടൈം. ഇത് ഈ ഹാവ് ബീൻ എന്നൊക്കെ ഉള്ളതിലെ ടെൻസുകൾ അത് കൃത്യമായിട്ട് കാണിക്കാനുള്ള സംവിധാനം ആംഗ്യഭാഷയിലുണ്ട്. ഒരു ക്രിയ, യു ക്യാൻ ടേക്ക് എ വേർബ്, അതിൻ്റെ കൂടെ മറ്റു ചില ആംഗ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. യു ക്യാൻ തിങ്ക് ഓഫ് കോംപ്ലെക്സ് സൈൻസ്, സങ്കീർണമായ ആംഗ്യഭാഷ. ഒരാംഗ്യം കാണിച്ചിട്ട് അതിനോട് ചേർത്ത് മറ്റു ചില ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ ആണ് ഒരു ക്രിയ അതിന് ഭൂതകാലവും ഭാവി കാലമൊക്കെ വരുന്നത്. ദിസ് ഇസ് എ കോമൺ ഫീച്ചർ ഓഫ് many sign languages. So we must realize that sign languages are as complex and as complete as normal spoken languages. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. You can if you have watched sign language news, you realize that they also try to represent words by lip movements. അത് സാധാരണ സംസാര ഭാഷയിൽ പറയുന്ന പോലെ ശബ്ദം കേൾക്കാതെ ചുണ്ടനക്കുന്നത് കാണാം. സൈലന്റ് സ്പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സൈലന്റ് സ്പീച്ച് കൂടി ഈ ആളുകൾ നോക്കി മനസ്സിലാക്കണം. ദ റിസെപ്റ്റേഴ്സ്, people who watch these sign language performers, they can read lips. By reading lips they can understand what is. അപ്പോൾ ഈ ആംഗ്യഭാഷയിൽ ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓർക്കണം. അതായത് മുദ്രകൾ കാണിക്കുക മാത്രമല്ല, ചുണ്ടുകൊണ്ട് ഈ വാക്കുകൾ പറയാതെ പറയുന്നു. യു ക്യാൻ തിങ്ക് ഓഫ് ദ വേർഡ്സ് ബീയിങ് സെഡ് വിത്തൗട്ട് ആക്ച്വലി ഹിയറിങ് ദം. അപ്പോൾ ഇത് ആംഗ്യഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊരു കാര്യം, ദ നമ്പർ ഓഫ് ലെക്സിക്കൽ ഐറ്റംസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസ് വെൻ ജെസ്റ്റേഴ്സ് ആർ മെയ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പൊസിഷൻസ്. അതായത് നമ്മുടെ ദ വൊക്കാബുലറി ഓഫ് സൈൻ ലാംഗ്വേജ് ക്യാൻ ബി ഇമ്മെൻസ്. ഒരുപാട് വാക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം കൈ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് മുദ്ര കാണിക്കുന്നത്? ഇപ്പം നെഞ്ഞിനോട് ചേർത്ത് വെച്ചിട്ട് കാണിക്കാം, ഉയർത്തി തലയുടെ അടുത്ത് വെച്ചിട്ട് കാണിക്കാം, അങ്ങനെ പല സ്ഥലത്തും കാണിക്കാം. അപ്പം മുദ്രകൾക്ക് തന്നെ വലിയ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.
കാണിക്കുന്നത് ആംഗ്യങ്ങൾ. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ദീസ് ജെസ്റ്റേഴ്സ്, ദിസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ജെസ്റ്റേഴ്സ് ഗീവ് സ്കോപ്പ് ഫോർ എ ലാർജ് വൊക്കാബുലറി. അപ്പോൾ ഇത് കണ്ടോ, ആംഗ്യ ഭാഷയ്ക്ക് സാധാരണ സംസാര ഭാഷയുടെ അത്ര തന്നെ സങ്കീർണത മാത്രമല്ല, അത്രയധികം വാക്കുകളെയും ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, so like natural languages, sign languages may also have dialects. ഇത് പ്രത്യേകത, ഇതൊരു കാര്യം ഓർക്കേണ്ടതാണ്. നമ്മൾ സാധാരണ ഭാഷയ്ക്ക് മലയാളത്തിന് ഇപ്പോൾ പല ഭാഷ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഭാഷാഭേദങ്ങളുണ്ട്. ഇതേ ഭാഷാഭേദങ്ങൾ ആംഗ്യ ഭാഷയ്ക്കും ഉണ്ടാവും. പക്ഷെ ആംഗ്യ ഭാഷയെ കുറച്ചും കൂടി ഔപചാരികമായതുകൊണ്ട് ഇത് അത്ര തന്നെ കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. മറ്റൊരു കാര്യം, ചൈനീസ് പോലെയുള്ള ചില ഭാഷകളുണ്ട്. അവിടെ ഒരക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ്. അപ്പം ഈ പ്രത്യേകത തീർച്ചയായും ആംഗ്യ ഭാഷകൾക്കുണ്ട്. ഒരു മുദ്ര കാണിച്ചാൽ ആ മുദ്ര ഒരു വാക്കിന്റെ സ്ഥാനമാണ് ആ മുദ്രയ്ക്ക് പലപ്പോഴും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ഉള്ള ചിഹ്നങ്ങളുണ്ട്. അത് ദിസ് ഓൾസോ ഡിഫേഴ്സ് അക്രോസ് ലാംഗ്വേജസ് and it has little connection with the phonological representation of these words. Phonological representation, അത് ശബ്ദത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അതിനനുസരിച്ചല്ല ആംഗ്യം ഉണ്ടാക്കിയത്. ഇപ്പം പട്ടി അല്ലെങ്കിൽ പൂച്ച എന്നൊക്കെയുള്ളതിൻ്റെ ആംഗ്യങ്ങൾ മിക്കവാറും ആ ശബ്ദങ്ങൾക്ക് കണക്കായിട്ടല്ല ആംഗ്യങ്ങൾ ഉണ്ടാക്കുന്നത്. പകരം ആ ജീവികളെ കാണാനോ മറ്റോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ആംഗ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിഴല് കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ ചില നല്ല കലാകാരന്മാരുണ്ടല്ലോ, പുറത്ത് വെളിച്ചം വെച്ചിട്ട് ചുമരിലേക്ക് നിഴല് കാണിക്കും കൈ കൊണ്ട്. അതുപോലെ അപ്പൊ അത് ആ നിഴല് പലപ്പോഴും ആ ജീവികളുടെ രൂപങ്ങളായിരിക്കും ഉണ്ടാക്കുക ചുമരിലും. യു ക്യാൻ ഫൈൻഡ് ദി ഫിഗേഴ്സ് ഓഫ് ആനിമൽസ്, ഓക്കെ, ആസ് ഷാഡോസ് ഓൺ ദ വാൾ. ഇതുപോലെയാണ് ഏകദേശം പല ആംഗ്യ ഭാഷകളും ചിഹ്നങ്ങൾ കാണിക്കുന്നത്, മുദ്രകൾ കാണിക്കുന്നത്. Okay, so which means a particular sign can represent an object or an idea. Okay, and another interesting thing about sign languages is a sign language can be delivered as fast as or even faster than a spoken language. നമ്മൾ വിചാരിക്കും ഈ ആംഗ്യങ്ങളൊക്കെ കാണിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയം ഇല്ല. അത് കൃത്യമായി അത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വേഗത്തിൽ ഭാഷ പറയുന്നു അത്ര തന്നെ വേഗത്തിൽ ഇത് ആംഗ്യത്തിലൂടെ കാണിക്കാൻ പറ്റും. യു ക്യാൻ സീ ഹൗ ഇറ്റ്സ് പ്രൊഡ്യൂസ്, ഹൗ ദി ലാംഗ്വേജ് ഇസ് പ്രൊഡ്യൂസ് ബൈ എ സീരീസ് ഓഫ് സൈൻസ് വിച്ച് ആർ ഷോൺ വെരി ക്വിക്ക്ലി. അപ്പൊ അത് പരിചയിച്ച ആൾക്ക് അത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും, ഒരു താമസവുമില്ല. സോ വിച്ച് മീൻസ് അഗെയിൻ ഇൻ ഓൾ ദീസ് ആസ്പെക്ട്സ്, കോംപ്ലക്സിറ്റി, vocabulary, speed of production, sign languages compare favorably with normal spoken languages. Okay. ഇനി ഈ ഹൗ ഡു സൈൻ ലാംഗ്വേജസ് എക്സിസ്റ്റ് ആസ് സ്റ്റേബിൾ? ഇത് കൃത്യമായിട്ട് സുസ്ഥിരമായി തുടർന്നു പോരുന്ന ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം, കുറച്ചാളുകളെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. The size of the deaf community, proximity of members of the community. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ unless you have a community, at least a colony of hearing impaired people, കേൾവി സംസാരശേഷി ഇല്ലാത്ത ആളുകൾ ഇല്ലെങ്കിൽ അതിന് ആ ഭാഷയ്ക്കൊരു സുസ്ഥിരതയും വളർച്ചയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് വേണം. ആൻഡ് there must be cohesion between, അവർക്കൊരു സംഘടനയൊക്കെ ഉണ്ടായാൽ നല്ലതായിരിക്കും. ഇഫ് they are organized into a club or a commune and organize, ഇപ്പോൾ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടത്തുക, മറ്റു തരത്തിൽ ബന്ധപ്പെടുക. അപ്പൊ അതിന്റെ മറ്റൊരു വശം, ഈ കമ്മ്യൂണിറ്റിക്ക് they can definitely use written language. അതുവഴിക്ക് അവർക്ക് ബന്ധപ്പെടാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ സെൽഫികളൊക്കെ അയക്കുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ആംഗ്യങ്ങളുടെ ഒരു സെൽഫി എടുക്കാൻ പറ്റും ഭാഷ. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ വോയിസ് ക്ലിപ്പ് അയക്കുന്നതിന് പകരം ആംഗ്യങ്ങളുടെ ക്ലിപ്പ് അയക്കാം. യു ക്യാൻ സെൻഡ് എ ക്ലിപ്പ് ഓഫ് സൈൻസ് ടു
എ പേഴ്സൺ ഹൂ ഈസ് ഹിയറിംഗ് ഇംപയർഡ് ലൈക്ക് യു, നിങ്ങളെപ്പോലെ തന്നെ സംസാരശേഷി ഇല്ലാത്ത ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു ക്ലിപ്പ് അയച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പം അയാൾക്ക് അതായത് തിരിച്ചും കൊടുക്കും. അപ്പം നോക്കൂ, അത് വിച്ച് മീൻസ് ദർ ക്യാൻ ബി എ കമ്മ്യൂണിറ്റി, ദർ ക്യാൻ ബി എ വാട്സാപ്പ് ഗ്രൂപ്പ് ഓഫ് ഹിയറിംഗ് ഇംപയർഡ് പീപ്പിൾ. അപ്പം അത്ര ആളുകൾക്ക് അതുപോലെയുള്ള ഒരു അവസരം കിട്ടുന്നത് ഈ ഭാഷയുടെ സവിശേഷത കൊണ്ട് മാത്രമല്ല, ടെക്നോളജി കൊണ്ടുമാണ്. യു ഹാവ് എ ടെക്നോളജി അറ്റ് ഹാൻഡ്, യു ഹാവ് a technology which enables you to record sign language. Okay. Ini, sign language can flourish if there are institutional mechanisms to help deaf children. If there is governmental intervention, availability of interpreters, and close connection and interaction with natural speakers of the language. ഇത് വേണം. ഇപ്പോൾ the deaf people should not be an isolated community. അത് ശരിയല്ല. അവരെങ്ങനെ ഒറ്റപ്പെട്ടൊരു സമൂഹമായിട്ട് നിർത്തുന്നതിൽ കാര്യമില്ല. അവർക്ക് എന്ത് വേണം? ഇപ്പോൾ പിന്നെ സംസാരശേഷിയില്ലാത്ത കുട്ടികളെ സഹായിക്കാൻ ഉള്ള സർക്കാരിൻ്റെ സ്കീമുകൾ വേണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് ആംഗ്യഭാഷ ഉപയോഗിക്കാനുള്ള അവസരം, പിന്നെ ആവശ്യത്തിന് വിവർത്തകർ, ആംഗ്യഭാഷയിൽ നിന്ന് അങ്ങോട്ടും തിരിച്ചും വിവർത്തനം ചെയ്യാൻ പറ്റുന്നവർ. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ക്ലോസ് കണക്ഷൻ ഇൻ ഇന്ററാക്ഷൻ വിത്ത് നാച്ചുറൽ സ്പീക്കേഴ്സ് ഓഫ് ദ ലാംഗ്വേജ്. അതായത് സംസാര ഭാഷ ഉപയോഗിക്കുന്ന സാധാരണക്കാരുമായിട്ടുള്ള നിരന്തരമായ ബന്ധവുമാണ്. ഇതൊക്കെയാണ് ഈ ആംഗ്യഭാഷയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യം. പിന്നെ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞിരുന്നു. ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ലാംഗ്വേജ് ആക്ട്സ് ക്യാൻ ബി വീഡിയോഗ്രാഫ്. ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ വോയിസ് ക്ലിപ്പ് അയക്കുന്ന പോലെ യു ക്യാൻ ഓൾസോ സെൻഡ് സൈൻ ലാംഗ്വേജ് ക്ലിപ്സ്, ക്ലിപ്പ് ഓഫ് സൈൻസ്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു എ സറോഗേറ്റ് കമ്മ്യൂണിറ്റി ഇൻ സൈബർ സ്പേസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പായിട്ട് നിലനിൽക്കുക, നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം ബന്ധപ്പെടുക. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഴുത്ത് ഉപയോഗിക്കാം. എഴുത്ത് സംസാരശേഷി ഇല്ലാത്തവർക്കും നേടിയെടുക്കാവുന്ന ഒരു സിദ്ധിയാണ് സാധാരണ എഴുത്ത്. ഓക്കെ, ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി സപ്ലിമെന്റ് ഇറ്റ് വിത്ത് എ ക്ലിപ്പ് ഓഫ് സയൻസ്. ഇത് ആണ് ഈ വിഭാഗക്കാരെ പ്രത്യേകിച്ച് ഒരു സമൂഹമായിട്ട് നിലനിൽക്കാനും അവരുടെ ഭാഷ ശക്തമായിട്ട് നിലനിൽക്കാനും സഹായിക്കുന്നു. Okay. Now, what happens is if you are aware that if there is an awareness of the needs of the differently abled, you can provide for a widespread use of sign language in education and the media, and for the translation of spoken language into sign language and vice versa. പല രാജ്യങ്ങളിൽ, in many countries of the world, in America for instance, deaf students are enrolled not only in special schools which are meant for them, but also in common schools. And not only that, the students are enrolled, deaf students are enrolled in common schools, but you also have deaf faculty who can use only sign language employed in schools and colleges. And there are institutional mechanisms for translating sign language into spoken language and vice versa. നിങ്ങൾക്ക് ഒരുപാട് ക്ലിപ്പുകൾ കാണാം. യൂട്യൂബിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്ലിപ്പുകൾ കാണാം. പിന്നെ another important thing is dictionaries are available. Sign language dictionaries are available. This happens not only in America but also in countries like India. ഉദാഹരണമായിട്ട് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് സ്പീക്കിംഗ് ട്രീ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എ ഫെയർലി ലാർജ് ഗ്ലോസറി ഓഫ് സൈൻസ്. ഓരോ ചിഹ്നവും എന്താണ് എന്ന് കൃത്യമായിട്ട് അത് നമ്മുടെ സാധാരണ ഭാഷയിൽ എഴുത്തിൽ കാണിക്കുന്നുണ്ട് ഡിക്ഷണറി. So all these are mechanisms. Probably more advanced dictionaries will appear. Comments on usage ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ആംഗ്യഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ സങ്കീർണത, അതിൻ്റെ ഗ്രാമർ. ദർ ഇസ് എ ഗ്രാമർ ഫോർ സൈൻ ലാംഗ്വേജ് ഓൾസോ. കുറച്ച് വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം
വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം, അതായത് ശബ്ദങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കുന്നതിന് പകരം പലപ്പോഴും ഒരു ആംഗ്യം തന്നെ ഒരു വാക്കായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. സോ ദിസ് വുഡ് മീൻ ദാറ്റ് ഇറ്റ്സ് ഗ്രാമർ ക്യാൻ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഇറ്റ്സ് ഗ്രാമർ, ഇറ്റ്സ് സിൻടാക്സ്, വാക്കുകൾ എങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത് എന്ന കാര്യത്തിലും ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ വ്യത്യാസങ്ങളൊക്കെ തന്നെ വിവരിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഓഫ് സൈൻ ലാംഗ്വേജ് has already appeared in many sign languages. Probably it will get fine-tuned as more and more people use sign language and more people become aware of how sign language is used. So today we have a number of TV channels telecasting news in sign language every day. Very common in Western countries, but also in India today, because there are some channels which telecast news in sign language every day. മലയാളത്തില് മീഡിയ വണ്ണിന്റെ വാർത്തയുണ്ട്. എന്നും വൈകിട്ട് 6:30 മീഡിയ വണ്ണിന്റെ സംസാരശേഷി ഇല്ലാത്തവർക്കുള്ള, കേൾവി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വാർത്തയുണ്ട്, അന്യഭാഷ വാർത്തയുണ്ട്. And the production of, besides the production of sign language, you also have digital technology which enables computer-aided translation from sign language into spoken language and vice versa. അതായത് നിങ്ങളൊരു കമ്പ്യൂട്ടറിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ആംഗ്യഭാഷ ഉപയോഗിച്ചാൽ കമ്പ്യൂട്ടർ അത് എഴുത്തോ അല്ലെങ്കിൽ സംസാരമോ ആക്കി മാറ്റും. It immediately translates it into സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ്. ഇത് വളരെ വ്യാപകമാണ്. അതിനുള്ള ക്ലിപ്പുകളൊക്കെ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ കാണാം. ഇറ്റ് ഹാപ്പൻസ്. സോ what this means is that the technology has played a big role in facilitating such things like the use of sign language. ഇത് ടെക്നോളജിയുടെ ഒരു വൻ കുതിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. മിക്കവാറും ടെക്നോളജി even though it's been used for pure profit making, പല സാധനങ്ങളും ഉണ്ടാക്കി വിറ്റഴിച്ച് ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെയായിട്ടുള്ള ചില നേട്ടങ്ങളും സാധ്യമാക്കിയിട്ടുണ്ട്. One must realize that everywhere in the world. So to sum up, the use of sign language and translation from and into sign language represent a great cultural advance of ഹ്യൂമൻ സിവിലൈസേഷൻ. മനുഷ്യ സംസ്കാരത്തിന്റെ വലിയൊരു കുതിപ്പാണ് ഇത് കാണിക്കുന്നത്. താങ്ക് യു.